നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതത്തെയും അവർ നേരിടുന്ന തിരിച്ചടികളെയും വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. 5 വർഷം മുൻപ് വളരെ അഭിമാനപൂർവ്വം CPM എന്ന പാർട്ടി താരാവരോധമായി അവതരിപ്പിച്ചതാണ് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന രാജ്യത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ. അത് അന്ന് നാഷണൽ മീഡിയകളും അടക്കമുള്ള പ്രധാന വാർത്താ ചാനലുകളൊക്കെ തന്നെ കൊട്ടിഘോഷിക്കുന്ന കാഴ്ചയായിരുന്നു. അന്നത്തെ മേയർ തന്ത്രം സത്യത്തിൽ CPMൻ്റെത് വിജയിക്കുക തന്നെയാണ് ചെയ്തത്. ആ വിജയം എന്നാൽ ഇന്ന് 5 വർഷം ഇപ്പുറം മേയറുടെ ഭാവി ജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ പാർട്ടി എന്ന ആ ഒരു പദവിയിലോ മേയർക്ക് ഇല്ല എന്ന് വ്യക്തമാവുകയാണ്. പൂജപ്പുരയിൽ ശിവൻകുട്ടി നേമം മണ്ഡലത്തിൽപ്പെടുന്നതാണ് പൂജപ്പുര. ഈ പൂജപ്പുരയുടെ തൊട്ടടുത്ത വാർഡാണ് മുടവൻമുകൾ. ഈ മുടവൻമുകളിൽ നിന്നുമുള്ള കൗൺസിലർ ആയിരുന്നു ആര്യ രാജേന്ദ്രൻ. ഇപ്പോൾ ആ പൂജപ്പുരയിൽ നടന്ന ഒരു പാർട്ടി പരിപാടിയിൽ ആര്യ രാജേന്ദ്രനെ സൈഡാക്കി നിർത്തിയത്, പ്രത്യേകിച്ച് ഒരു റോളും ഇല്ലാതെ ആര്യ രാജേന്ദ്രൻ എന്ന ഈ താരപരിവേഷകയെ ഒതുക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതൊരു പതനമെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് കേരള ടൂറിസം വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് വാസുദേവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ചർച്ചയാകുന്നത്. സജീവ രാഷ്ട്രീയത്തിൽ എത്തുന്ന പുതുമുഖങ്ങൾ എങ്ങനെയാകരുത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ആര്യ രാജേന്ദ്രൻ എന്ന പ്രശാന്ത് വാസുദേവൻ നിരീക്ഷിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആര്യയ്ക്ക് പാർട്ടി വലിയ റോൾ നൽകിയതേയില്ല. എന്നാൽ വാർത്തകൾ വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുകയാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലെ പാർട്ടി പൊതുയോഗത്തിൽ കേവലം ഒരു കാഴ്ചക്കാരിയുടെ റോളിൽ ആര്യ ഒതുങ്ങുകയായിരുന്നു എന്നാണ് വാർത്ത. ഒരു കസേരയിൽ പോലും ഇരിക്കാതെ ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്ന ആര്യ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് മടങ്ങുകയും ചെയ്തു എന്നാണ് വാർത്ത. കേവലം രാഷ്ട്രീയവും സജീവ രാഷ്ട്രീയവും രണ്ടാണ്. പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ വഹിക്കുമ്പോഴും പാർട്ടിയിലൂടെ അധികാര സ്ഥാനങ്ങളിൽ എത്തുമ്പോഴും മുഴുനീള രാഷ്ട്രീയ പ്രവർത്തകനായി നിൽക്കുമ്പോഴും നിങ്ങൾ സജീവ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായി മാറുന്നു. അല്ലാത്ത പക്ഷം നിങ്ങൾ കേവലം രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി മാത്രമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഒരിക്കലും സജീവ രാഷ്ട്രീയമായി കണക്കാക്കാൻ കഴിയില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും മേയർ സ്ഥാനത്തേക്ക് പൊടുന്നനെ എത്തുമ്പോൾ അത് സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള പൊടുന്നനെയുള്ള മാറ്റമാണ്. അവിടെ പാർട്ടിക്ക് വിധേയമായി നിൽക്കുമ്പോഴും സജീവ രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന മറ്റു ചില ഗുണഗണങ്ങൾ ആർജിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമാണ് പാർട്ടിക്കാർ അല്ലാത്ത ജനങ്ങളോടുള്ള പെരുമാറ്റ രീതി. പിന്നെ നമ്മുടെ മാനറിസം എന്നത് മികച്ച വസ്ത്രധാരണവും അംഗചലനങ്ങളും മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അതിൽ വിനയത്തിന്റെയും എളിമയുടെയും ഭാവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ശബ്ദത്തിന്റെ ടോണിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ആർജിക്കാതെ പോയതും പാർട്ടിയുടെ വിധേയത്വവും എന്നത് സമ്പൂർണ്ണ അടിമത്തം ആയതും ആര്യയ്ക്ക് വിനയായി. മേയർ സ്ഥാനത്ത് ഇരിക്കുമ്പോഴുള്ള ആര്യയുടെ പാർട്ടി വിധേയത്വം എന്നത് ശരിക്കും പറഞ്ഞാൽ ജില്ലാ നേതൃത്വത്തോടുള്ള വിധേയത്വം ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ജില്ലാ നേതൃത്വത്തിന് ഒരു എതിർപക്ഷം എപ്പോഴും ഉള്ളതും അതിൽ ഏതു പക്ഷമാണ് സംസ്ഥാന നേതൃത്വത്തിന് കൂടുതൽ സ്വീകാര്യവും എന്നുമൊക്കെ മനസ്സിലാക്കി വിധേയത്വത്തിന് ശരിയായ നിർവചനം നൽകാൻ ആര്യയ്ക്ക് കഴിഞ്ഞുമില്ല. അത് മറ്റൊരു രാഷ്ട്രീയം. അതിന് കാരണം സജീവ രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന പക്വതയുടെ രാഷ്ട്രീയ അനുഭവത്തിന്റെയും അഭാവം തന്നെയാണ്. അത് രണ്ടുമുള്ള ഒരാൾക്ക് വിനയം എന്നതും പ്രായോഗിക ബുദ്ധി എന്നതും തനിയെ വന്നു ചേരുന്നതാണ്. വീഴ്ചകൾ ആര്യയെ പിന്തുണയ്ക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമായിരുന്നു. പക്ഷെ ആ പിന്തുണ തനിക്കുള്ള സമ്പൂർണ്ണ പിന്തുണയാണ് എന്നും അത് താൻ മേയർ സ്ഥാനത്ത് നിന്ന് പോയാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ പാർട്ടി തോറ്റാലും തനിക്കുണ്ടായിരിക്കും എന്ന പക്വത ഇല്ലായ്മയിൽ നിന്നുള്ള തെറ്റായ ബോധ്യമാണ് ആര്യയ്ക്ക് വിനയായി മറ്റൊരു ഘടകമായി മാറിയത്. MLA കൂടിയായ ഭർത്താവിന് കൊടുക്കുന്ന പിന്തുണ എന്തു തെറ്റ് ചെയ്താലും തനിക്കും കിട്ടുമെന്ന തെറ്റിദ്ധാരണ അതിന് ആക്കം കൂട്ടുകയും ചെയ്തു. ഒടുവിൽ നഗരസഭയിൽ ഭരണം പോയപ്പോൾ എല്ലാം കുറ്റവും ആര്യയുടെ തലയ്ക്കായി. ആ ഭരണമാറ്റത്തിന് ഒരു പ്രധാന കാരണം ആര്യയാണ് എന്നല്ലാതെ ആര്യ മാത്രമാണ് എന്നത് ഒരിക്കലും ശരിയല്ല. അവിടെ പ്രവർത്തിച്ച നിരവധി ഘടകങ്ങൾ വേറെയുമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇത് എഴുതുമ്പോഴും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ധാരാളം പുതുമുഖങ്ങൾ എല്ലാ പാർട്ടിയിലും ഉണ്ട് എന്ന് മാത്രമല്ല ഭരണസ്ഥാനത്തുമുണ്ട്. അവർക്ക് മുന്നിൽ ആര്യ ഒരു പാഠം തന്നെയായിരിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്ന പുതുമുഖങ്ങൾക്കും ആര്യ പാഠമാണ്. പാഠങ്ങൾ പഠിക്കാൻ അവർക്കൊക്കെ കഴിയട്ടെ. വീഴ്ചകളും അനുഭവങ്ങളും പാഠങ്ങളാക്കി അതിൽ നിന്ന് പുതിയ ഊർജം ഉൾക്കൊള്ളട്ടെ. സ്വയം നല്ല മാറ്റങ്ങൾക്ക് വിധേയരാകട്ടെ. കൂടുതൽ മികച്ച പൊതുപ്രവർത്തകയും ഭരണാധികാരിയുമായി മാറാൻ ആര്യയ്ക്ക് ഇനിയും കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇതോടെ രാഷ്ട്രീയ വനവാസത്തിന് വിധിക്കപ്പെടേണ്ട ആളല്ല ആ കുട്ടി. അത് ആ പാർട്ടിയും മനസ്സിലാക്കട്ടെ. സ്വയം തിരുത്തപ്പെടാത്ത തെറ്റുകൾ ചിലരെങ്കിലും
തിരുത്തിക്കാൻ പാർട്ടികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. കുട്ടിക്കുരങ്ങനൊക്കെ കൊണ്ട് ചുടുചോറ് വാരിക്കുമ്പോൾ പൊള്ളുന്ന കൈയിനെ അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കരുതല്ലോ, അദ്ദേഹം വ്യക്തമാക്കുന്നു. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപമാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഈ ആര്യ രാജേന്ദ്രൻ സജീവ രാഷ്ട്രീയത്തിലെ പുതുമുഖങ്ങൾക്ക് ഒരു പാഠമാണ് എന്നത് തീർച്ചയായും ശരിയാണ്. പാഠം പഠിച്ചില്ലെങ്കിൽ ആര്യയേക്കാൾ വളരെ മോശമായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്നതൊരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന എല്ലാ പുതുമുഖങ്ങൾക്കുമുള്ള ഒരു പാഠം തന്നെ.